എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് തേങ്ങാപ്പാൽ കറിയാണ്. കറി ഉണ്ടാക്കാനായി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് തൊലി ചെത്തി വലിയ കഷ്ണങ്ങളായി മുറിച്ച് നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലെ വെള്ളത്തിലിടുക. ഉരുളക്കിഴങ്ങ് നിറം മാറാതിരിക്കാനാണ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. ഇനി കറി ഉണ്ടാക്കാനായി ഒരു പ്രഷർ കുക്കർ ഗ്യാസിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 4 വെളുത്തുള്ളി അല്ലി അരിഞ്ഞത്, ഇത് രണ്ടും കൂടിയിട്ട് 30 സെക്കൻഡ് മൂപ്പിക്കുക. അതിലേക്ക് 2 മീഡിയം സവാള സ്ലൈസായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 5 പച്ചമുളക് കീറിയത്, ഇത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റുക. സവാളയുടെ നിറം മാറാൻ തുടങ്ങുമ്പോൾ ഒരു മീഡിയം തക്കാളി അരിഞ്ഞത് ചേർത്ത് തക്കാളി വേകാൻ നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ഇട്ട് മസാലയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് വെള്ളമില്ലാതെ ചേർക്കുക. രണ്ട് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയ ശേഷം 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുക. കൂടെ 2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. കുക്കർ നന്നായി തണുത്ത ശേഷം തുറന്ന് ചാറ് കൂടുതലാണെങ്കിൽ ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് കൂടി തിളപ്പിക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി കടുക് താളിക്കാനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ 3 വറ്റൽമുളക്, 4 ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് മൂപ്പിക്കുക. ഇത് കറിയിലൊഴിച്ച് നന്നായിട്ട് ഇളക്കി സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.